യോ ഗൈസ് വാട്സ്ആപ്പ് तो कैसे हैं आप लोग? ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗൂഗിൾ ക്രോമിൽ ഇഷ്ടം പോലെ ഈസ്റ്റർ എക്സും ട്രിക്സും ഒളിച്ചിരിപ്പുണ്ട്. സോ അങ്ങനെ ഒരു 10 ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയി തന്നെ കാണുക. ആൻഡ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ട്രിക്സിൽ ഏതെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ട്രിക്സ് എല്ലാം ട്രൈയും ചെയ്ത് നോക്കുക. സോ നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലേക്ക് പോകാം. ടോപ്പ് 10ലുള്ള ട്രിക്കിന്റെ പേരാണ് പോക്കിമോൻ. സോ ഈ ഒരു ട്രിക്കിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോക്കിമോനെ സെർച്ച് ചെയ്യുക. ഞാനിവിടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള പിക്കാച്ചുനെയാണ് സെർച്ച് ചെയ്യുന്നത്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോക്കിമോനെ സെർച്ച് ചെയ്ത് പേജ് ഓപ്പൺ ആവുമ്പോൾ അടിയിലൊരു പോക്കിമോൻ ബോൾ പോപ്പപ്പ് ആവും. സോ ആ ബോളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോക്കിമോനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ചിലപ്പോ പോക്കിമോ ബോളിനകത്ത് അത് കോട്ടാവില്ല, ബട്ട് അന്നേരം നിങ്ങൾ ഒന്നും കൂടെ ട്രൈ ചെയ്യുക. സോ എനിക്കിവിടെ എന്തായാലും കോട്ടായി. ഏകദേശം 151 പോക്കിമോൻസ് ആണ് ഇതുപോലെ ഗൂഗിൾ ക്രോമിൽ ഒളിച്ചിരിക്കുന്നത്. സോ നിങ്ങളൊരു പോക്കിമോൻ ഫാൻ ആണെങ്കിൽ ഈ 151നെയും കളക്ട് ചെയ്യാൻ നോക്കുക. സോ ഈ ഒരു ട്രിക്ക് നിങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ടോപ്പ് 9ലുള്ള ട്രിക്കിന്റെ പേരാണ് ഡു എ ബാരൽ റോൾ. സോ ഇതിനായിട്ട് നിങ്ങൾ സെർച്ച് ബാറിൽ ജസ്റ്റ് ഡു എ ബാരൽ റോൾ എന്ന് സെർച്ച് ചെയ്യുക. സോ നിങ്ങളുടെ പേജ് ഓപ്പൺ ആയി വരുമ്പോൾ അതൊരു 360 ഡിഗ്രി റൊട്ടേറ്റ് ആവും. സോ ഈ ഒരു ട്രിക്ക് പലർക്കും അറിയില്ല. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ടോപ്പ് 8ലുള്ള ട്രിക്കാണ് സ്ക്വിഡ് ഗെയിം. സോ സ്ക്വിഡ് ഗെയിം സീസൺ 1ഉം 2ഉം ഇറങ്ങി ഇപ്പോ എല്ലാവരും കണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. സോ സീസൺ 3 അതായത് ലാസ്റ്റ് സീസൺ ഈ ജൂൺ മാസം അവസാനം ഇറങ്ങാൻ പോവാണ്. സോ നിങ്ങൾ എത്ര പേര് വെയിറ്റിംഗ് ആണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. ആൻഡ് ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സെർച്ച് ബാറിൽ സ്ക്വിഡ് ഗെയിം എന്ന് സെർച്ച് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് താഴെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് പോപ്പപ്പ് ആയി വരും. സോ ആ ഇൻവിറ്റേഷൻ കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്വിഡ് ഗെയിമിലെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്ന ഗെയിം കളിക്കാൻ പറ്റും. ട്രിക്ക് നമ്പർ 7 ആണ് സൂപ്പർ മാരിയോ. സോ ഇതിനായിട്ട് സൂപ്പർ മാരിയോ ബ്രോസ് എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇതൊരു ട്രിക്ക് അല്ല, ഇത് ആക്ച്വലി ഒരു ഈസ്റ്റർ എഗ് ആണ്. നിങ്ങൾക്ക് അവിടെ ഒരു സ്കോർ ബോർഡ് പോലെ ഒരു സർപ്രൈസിന്റെ ബട്ടൺ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് 200 സ്കോർ കയറുന്ന പോലെ ഒരു ആനിമേഷൻ ഉണ്ട്. സോ ഇതൊരു ഈസ്റ്റർ എഗ് ആണ്. സോ നിങ്ങൾക്കറിയില്ലായിരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ട്രിക്ക് നമ്പർ 8 ആണ് ദ ലാസ്റ്റ് ഓഫ് അസ്. ഇതിനായിട്ട് ദ ലാസ്റ്റ് ഓഫ് അസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പേജ് ഓപ്പൺ ആയി വരും. അതിന്റെ താഴെ തന്നെ നിങ്ങൾക്കൊരു മഷ്റൂം ബട്ടണും പോപ്പപ്പ് ആയി വരും. ആ മഷ്റൂമിൽ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്ക്രീനിന് ചുറ്റുമായി മഷ്റൂംസ് സ്പൂൺ ആവാൻ തുടങ്ങും. സോ ഈ ഒരു ട്രിക്ക് പലർക്കും അറിയില്ല, കാരണം ഇത് അത്യാവശ്യം അങ്ങനെ ട്രെൻഡിങ് ആവാതിരുന്ന ഒരു ട്രിക്കാണ്. സോ ഇത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് അടിക്കുക. ട്രിക്ക് നമ്പർ 5 ആണ് ഡൈ. ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സെർച്ച് ബാറിൽ റോൾ എ ഡൈ എന്ന് സെർച്ച് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഒരു പേജ് ഓപ്പൺ ആയതിൽ ഒരു റോൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. സോ അത് നിങ്ങൾ ഞെക്കുമ്പോൾ ഒരു ഡൈസ് റോൾ ചെയ്ത് നിങ്ങൾക്കൊരു ഏതാന്ന് ഒരു സ്കോർ വീഴുന്നതായിരിക്കും. സോ ഇത് വലിയ ട്രിക്കൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് നറുക്കെടുക്കാനൊക്കെ ആയിട്ട് ജസ്റ്റ് ഈ കോയിനോ അല്ല ഡൈസോ ഇല്ലെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്യാം. ട്രിക്ക് നമ്പർ 4 ആണ് ബബിൾ. സോ ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സെർച്ച് ബാറിൽ ബബിൾ ലെവൽ എന്ന് സെർച്ച് ചെയ്യുക. സോ നിങ്ങൾക്ക് ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ തന്നെ നിങ്ങളുടെ ഫോണിന്റെ ബബിൾ ലെവൽ കാണിക്കും. അതായത് നിങ്ങളുടെ ഫോൺ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ബബിൾ ലെവൽ കറക്റ്റ് 0യിൽ നിൽക്കും. ആൻഡ് ഇഫ് യു ആർ നിങ്ങൾ ചരിക്കുന്നതിനനുസരിച്ച് ആ ബബിൾ ലെവലും മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങളുടെ ഫോൺ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. ട്രിക്ക് നമ്പർ 3 ആണ് കോയിൻ. സോ ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സെർച്ച് ബാറിൽ ഫ്ലിപ്പ് എ കോയിൻ എന്ന് സെർച്ച് ചെയ്യുക. സോ നിങ്ങൾക്ക് ഒരു ആനിമേഷൻ ഉണ്ടാവും, ഒരു കോയിൻ ഫ്ലിപ്പ് ആവുന്നത്. ആൻഡ് ആ ഒരു ആനിമേഷന് ശേഷം ഹെഡ് ആണോ ടെയിൽസ് ആണോ എന്ന് നിങ്ങൾക്ക് എഴുതി കാണിക്കും. സോ ഒരു കോയിൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് ഹെഡ് ഓർ ടെയിൽസ് തീരുമാനിക്കാം. ട്രിക്ക് നമ്പർ 2 ആണ് പാക്മാൻ. പാക്മാൻ എന്ന ഗെയിം ഗൂഗിൾ ക്രോമിൽ നിങ്ങൾക്ക് കളിക്കാവുന്ന കാര്യം പലർക്കും അറിയില്ല. അതായത് ഒരു പകുതി % ആൾക്കാർക്ക് അതൊക്കെ കാര്യം അറിയില്ല. സോ നിങ്ങൾ ഇതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ വേറൊന്നുമില്ല, പാക്മാൻ എന്ന് സെർച്ച് ചെയ്യുക. സോ നിങ്ങൾക്ക് ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലേ എന്ന് പറയുന്ന ഒരു ബട്ടണും ഉണ്ടാവും. സോ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഓൾഡ് കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള പാക്മാൻ ഗെയിം നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. ട്രിക്ക് നമ്പർ 1 അറിയുന്നതിന് മുമ്പേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ട്രിക്ക് നമ്പർ 1 ആണ് മൈൻക്രാഫ്റ്റ്. സോ ഈ ഒരു ട്രിക്കിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സെർച്ച് ബാറിൽ മൈൻക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. സോ അടിയിൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ പോപ്പപ്പ് ആവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റിലെ ഹാൻഡ് വരുന്നതാണ്. സോ ആ ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്ക്രീൻ ഫുള്ള് മൈൻക്രാഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട്സ് കൊണ്ട് ഇങ്ങനെ നിറയുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ ട്രിക്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതുണ്ടായിരുന്നെങ്കിൽ അത് ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യുക. ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ഗൈസ്.